ചെടികളും പൂക്കളും ഒക്കെ കാണുന്നത് നല്ല സന്തോഷമുള്ള കാര്യമാണല്ലോ. അങ്ങനെ രാവിലെ തന്നെ ഞാൻ കർട്ടനൊക്കെ മാറ്റി പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല സന്തോഷം തോന്നിയിട്ടോ. കൂടെ തന്നെ കുറേ പണികളുണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലുമാണ് ഇത്. അപ്പോൾ നമ്മൾ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ചെടികളൊന്നും മണ്ണിലേക്കും ചട്ടിയിലേക്കും ഒന്നും വെച്ചിട്ടില്ല. മാറ്റി നടണമെന്ന് വിചാരിച്ചത് അതും നട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം അകത്ത് നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ച് അകത്തുള്ള പ്ലാന്റ്സിലൊക്കെ കുറേ പഴുത്ത ഇലകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഓരോ ചെടികളുടെ ചുവട്ടിൽ പോയിട്ട് ഇലകൾ വാടിയിട്ടുണ്ടോ അതുപോലെ കരിഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി അതൊക്കെ ഞാൻ പറിച്ചെടുത്തു കേട്ടോ. അന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സീസി പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അത് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് മാറ്റി ഒന്ന് 2 ചട്ടിയിലേക്കാക്കി വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഞാൻ ഓരോ ഭാഗത്തൂടെയും പോയി നോക്കിയിട്ട് ഇങ്ങനെ പഴുത്ത ഇലകളും കരിഞ്ഞ ഇലകളൊക്കെ ഇങ്ങനെ മാറ്റിയിട്ടോ. എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം എൻ്റെ വളപ്രയോഗവും അതുപോലെ തന്നെ പുറത്ത് കൊണ്ടുപോയി മൊത്തത്തിൽ കുളിപ്പിക്കലും ഒക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് എടുത്തു വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മഞ്ഞ കളറുള്ള ഇലകൾ എല്ലാ ചെടികളിലും ഉണ്ട് കേട്ടോ. ഈ ഒരു ചെടിയിൽ ഒരു കേടുമില്ല കേട്ടോ. അത് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. ഇതിന് നല്ലപോലെ സൺലൈറ്റും കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അതേപോലെ വെള്ളത്തിൽ വെച്ചിട്ടുള്ള ഒരേ ഒരു പ്ലാന്റ് ചെറുതായിട്ടൊന്ന് വാടി നിൽക്കുന്നുണ്ട്. അതെടുത്ത് നോക്കിയപ്പോൾ അതിൽ തീരെ വെള്ളമില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ ടാപ്പിൽ നിന്ന് തന്നെ ഇതേപോലെ തുറന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് വീണ്ടും അവിടെ തന്നെ വെച്ചു കേട്ടോ. ഞാനിത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. കിച്ചണിൽ വെച്ചിട്ടുള്ള ഈ ഒരു ചെടിയും നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഇനി നമ്മുടെ സ്റ്റെയറിന് മുകളിൽ വെച്ചിട്ടുള്ള ചെടിയുടെ കാര്യം കുറച്ച് കഷ്ടമാണ്. ഇവിടേക്ക് ഇപ്പോൾ അധികം സൺലൈറ്റ് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഇലകൾ മഞ്ഞ കളറായിട്ടുണ്ട്. അതേപോലെ കുറേ ഇലകളുടെ അറ്റമൊക്കെ ഇതുപോലെ ഇങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ട്. ആദ്യം ഞാൻ ഈ മഞ്ഞ ഇലകളൊക്കെ മാറ്റി കൊടുത്തു. എന്നിട്ട് ചെടി അവിടെ തന്നെ വെച്ചു കേട്ടോ. ഇത് നമുക്ക് കുറച്ചും കൂടെ മുകളിലോട്ടൊന്ന് കയറ്റി വെക്കണം. അവിടേക്ക് നല്ല സൺലൈറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്തതിന് ശേഷം ചെടികൾക്ക് എല്ലാത്തിനും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ മിക്ക ചെടികളുടെയും താഴ്ഭാഗത്ത് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് താഴെ പോകുന്നില്ല കേട്ടോ. സീസി പ്ലാന്റ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തില്ല കേട്ടോ. അതിന് വല്ലപ്പോഴും വെള്ളം കിട്ടിയാൽ മതിയല്ലോ. ഇവിടെയുള്ള ഇൻഡോർ പ്ലാന്റ്സിൽ ഏറ്റവും വലിയ പ്ലാന്റ് ഇതാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ വലിയ ചട്ടിയും ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചെടിക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. കുറച്ച് ഇൻഡോർ പ്ലാന്റ്സേ ഉള്ളൂ. ഉള്ളതിൽ കൂടുതൽ മണി പ്ലാന്റുമാണ്. അതെല്ലാം ഞാൻ ഇതുപോലെ നനച്ച് കൊടുത്ത് എൻ്റേതായ രീതിയിൽ കെയറിങ് ഒക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.